നമസ്കാരം. മുൻ മന്ത്രി എ.കെ. ബാലൻ ചില അഭിപ്രായങ്ങൾ ഇപ്പോൾ പറയുന്നുള്ളൂ. പൊതുവേ എ.കെ. ബാലൻ പറയുന്ന അഭിപ്രായങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ഒരു തമാശക്കാരൻ അതല്ലെങ്കിൽ ഒരു യാതൊരു പക്വതയുമില്ലാത്ത ഒരു നേതാവ് പറയുന്നത് പോലെയാണ് സാധാരണ ഇപ്പോൾ അത് വിലയിരുത്തപ്പെടുന്നത്. ചാനലുകൾ അത്തരത്തിൽ തന്നെയാണ് അത്തരം വാർത്തകൾ വളരെ കാര്യമായിട്ട് ഉപയോഗിക്കുന്നത്. മുൻ മന്ത്രി എ.കെ. ബാലൻ പറഞ്ഞതിനെ വളരെ കാര്യമായിട്ട് പലപ്പോഴും പിന്നീട് ചർച്ചയാകാറുണ്ട്. ഇപ്പോഴിതാ എന്തിനാണ് ഈ ഗവർണർക്ക് കേരളത്തിൻ്റെ പോലീസിനെ കൊടുത്തിരിക്കുന്നത്? അങ്ങനെ കൊടുക്കാൻ പാടില്ല. അയാൾ തനിച്ച് നടക്കട്ടെ, അതല്ലെങ്കിൽ അയാൾക്ക് തോന്നും പോലെ നടക്കട്ടെ. എന്തിനാണ് കേരള പോലീസ് ഇത്രയും 100-600 പോലീസുകാരെ സംരക്ഷണത്തിന് കൊടുത്തിരിക്കുന്നത്? നമ്മുടെ കേരള പോലീസിൻ്റെ രീതി മുഴുവനും എന്തിനാ അവിടെ ചെലവഴിക്കുന്നു? അതുകൊണ്ട് ഒരു കാരണവശാലും ഗവർണർക്ക് കേരള പോലീസിനെ കൊടുക്കരുത്, കൊടുത്തത് പിൻവലിക്കണം തന്നെ വേണം എന്നാണ് ഈ മുൻ മന്ത്രി കൂടിയായ CPM-ൻ്റെ ഒരു ഉന്നത നേതാവ് എ.കെ. ബാലൻ പറഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ അത് കേൾക്കുമ്പോൾ നമുക്ക് ഉള്ളിൽ വല്ലാത്ത ചിരി വരുന്നുണ്ട്. ചിരി വരുമ്പോൾ പോലും നമുക്ക് വിഷമവും തോന്നുന്നുണ്ട്. അയ്യോ, നമ്മുടെ ഒരു മുൻ മന്ത്രി അല്ലെ നമ്മുടെ പാർട്ടിയുടെ ഇവിടുത്തെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ ഒരു പ്രധാന നേതാവ് ഇത്തരത്തിൽ വിവരക്കേട് പറയുന്നത് എന്തുകൊണ്ടാണ്? എന്തൊരു കഷ്ടമാണ് കേരളത്തിൻ്റെ അവസ്ഥ, രാഷ്ട്രീയ നേതാക്കളുടെ അവസ്ഥ എന്ന് നമ്മൾ ചിന്തിച്ച് വിഷമിക്കുകയും ചെയ്യുന്നു. ഗവർണർ ആരാണ്? ഗവർണർക്ക് എന്തിനാണ് പോലീസിന് കൊടുക്കുന്നത് എന്തിനാണെന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ ഗവർണർക്ക് കൊടുക്കേണ്ട പോലീസ് പ്രൊട്ടക്ഷൻ്റെ പ്രോട്ടോക്കോളിനെ കുറിച്ച് അറിയായ്മ ഇല്ലാത്തതോ അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടല്ല അദ്ദേഹം പറയുന്നത്. ബോധപൂർവം അജ്ഞത നടിക്കുകയാണ്, ബോധപൂർവം വിവരമില്ലായ്മ നടിക്കുകയാണ്. കാരണം ഒരു ഗവർണർക്ക് ആ സംസ്ഥാനത്തിൻ്റെ പോലീസ് സംരക്ഷണം കൊടുക്കേണ്ട കാര്യമില്ല. അവിടുത്തെ ഒരു വിദ്യാർത്ഥി സംഘടന സംരക്ഷണം കൊടുത്തുകൊള്ളുമല്ലോ. SFIക്കാരുടെ പറഞ്ഞെങ്കിൽ അവർ ഗവർണറെ സംരക്ഷിച്ചു കൊള്ളുമല്ലോ. അവർ ഒരു പൂ പോലും നുള്ളിയിടാതെ അദ്ദേഹത്തിനെ കൊണ്ട് നടക്കുമല്ലോ. അത്തരത്തിൽ മിടുക്കന്മാരല്ലേ നമ്മുടെ SFIക്കാർ. അതുകൊണ്ട് പിന്നെ എന്തിനാണ് ഈ പോലീസ്? അതുകൊണ്ട് 600 പോലീസുകാരെ 700 പോലീസുകാരെ ഇദ്ദേഹത്തിന് ചുറ്റും നിർത്തേണ്ട കാര്യമില്ല, എല്ലാം പിൻവലിക്കണം എന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അവിടെ അദ്ദേഹത്തിൻ്റെ അജ്ഞത കൊണ്ട് എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ SFIക്കാരെ സംരക്ഷണത്തിന് നിർത്തിയാൽ മതി എന്നുള്ള പ്രോട്ടോകോൾ ഉണ്ടോ എ.കെ. ബാലൻജി? താങ്കൾക്കറിയാമോ? ഒരു വിദ്യാർത്ഥി സംഘടന കൊണ്ട് ഗവർണർക്ക് സംരക്ഷണം കൊടുത്താൽ മതി എന്ന് നമ്മുടെ ഭരണഘടനാ പ്രോട്ടോകോൾ ഉണ്ടോ എന്ന് അറിയില്ല. ചിലപ്പോൾ എ.കെ. ബാലൻ അറിയാമായിരിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഒന്ന് വ്യക്തമാക്കി കേരള ജനതയെ മനസ്സിലാക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പറയുന്നത് ഈ ഗവർണർക്ക് സംരക്ഷണം കൊടുക്കേണ്ട SFIക്കാർ കൊടുത്തുകൊള്ളും എന്ന് പറയുന്നത് പോലെ എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്കും പോലീസിന് സംരക്ഷണം കൊടുക്കേണ്ട, DYFIക്കാർ നോക്കിക്കൊള്ളും എന്ന് പറയുന്നില്ല? സത്യത്തിൽ അതല്ലേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്? നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതല്ലേ? പോലീസ് ഉണ്ടായിരുന്നിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? കേരളത്തിൻ്റെ പോലീസിൻ്റെ അകമ്പടി ഉണ്ട്, പോലീസിൻ്റെ സംരക്ഷണമുണ്ട്. പോലീസ് എല്ലായിടത്തും നേരത്തെ തന്നെ പോലീസ് അവിടെ ക്യാമ്പടിക്കുന്നു. പിന്നെ പ്രതിഷേധിക്കുമെന്ന് പറയുന്നവരെ കരുതൽ തടങ്കലിലെടുക്കുന്നു, എന്നിട്ട് അവരെ കൊണ്ടുവന്ന് ജയിലിലിടുന്നു അല്ലെങ്കിൽ സ്റ്റേഷനിൽ കൊണ്ടിരുത്തുന്നു. അതല്ല, പ്രതിഷേധിക്കാൻ വന്ന് നിൽക്കുന്നു എന്ന് സംശയം തോന്നുന്നവരെ മുഴുവനും നേരത്തെ തന്നെ അവിടെ നിന്ന് സ്ഥലത്തുനിന്ന് മാറ്റുന്നു, അവരെ കസ്റ്റഡിയിലെടുക്കുന്നു. എന്നിട്ട് ആരെങ്കിലും പ്രതിഷേധിച്ചാൽ അവരെ അപ്പോൾ തന്നെ ഒരാളിനെ 5 പോലീസുകാർ വെച്ച് വളഞ്ഞു ചുറ്റി വലിച്ചു പിടിച്ച് തൂക്കിയെടുത്തുകൊണ്ട് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് ഈ മുഖ്യമന്ത്രിക്ക്? കാരണം പിന്നെ ഊരിയ വാളുകൾക്കിടയിലൂടെ നടന്ന ഒരു വ്യക്തിയാണല്ലോ മുഖ്യമന്ത്രി. ചോരച്ചാലുകൾ നീന്തി കയറിയ ആളാണല്ലോ മുഖ്യമന്ത്രി. എന്നാൽ പിന്നെ എന്തിനാണ് പിന്നെ ഈ മുഖ്യമന്ത്രിക്ക് ഇത്രയും വലിയ ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാവ് എന്നുള്ള നിലയിൽ ജനങ്ങൾ സംരക്ഷിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്തിനാണ് ഇത്രയും പോലീസുകാരുടെ സംരക്ഷണം കൊടുക്കുന്നത്? DYFIക്കാർ നോക്കും. അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുന്ന ഈ പോലീസ് സംരക്ഷണം മുഴുവനും പിൻവലിക്കണമെന്ന് എന്തുകൊണ്ട് എ.കെ. ബാലൻ പറഞ്ഞില്ല? പകരം DYFIക്കാർക്ക് വിട്ടുകൊടുക്കൂ, DYFIക്കാർ നോക്കിക്കൊള്ളും എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല? പറയേണ്ട കാര്യമില്ല. കാരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അതാണ്. പോലീസ് പേരിന് മാത്രമാണ്, സംരക്ഷണം മുഴുവൻ ഏറ്റെടുത്തിരിക്കുന്നത് DYFI തന്നെയാണ്. അതുപോലെ ഗവർണർക്ക് SFI പിന്നെ സംരക്ഷണം ഏറ്റെടുത്തുകൊള്ളും എന്ന് പറയുമ്പോൾ സത്യത്തിൽ മിസ്റ്റർ ബാലൻജി, താങ്കൾക്ക് എവിടെയാണ് തകരാറ്? താങ്കൾ ഈ കേരളത്തിൻ്റെ ഒരു നേതാവാണ്, ഒരു മുൻ മന്ത്രി ആണെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി തന്നിട്ട് ഞങ്ങൾക്ക് ഒരു നല്ല മന്ത്രി ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ വന്നിരിക്കുന്നു.